പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടി ചാലക്കുടിയിലും പോരാട്ടം കനക്കും. ഇത്തവണ തെരഞ്ഞെടുപ്പ് മത്സരം കനക്കും എന്നുള്ള റിപ്പോർട്ടുകളാണല്ലേ അവിടെ നിന്ന് വരുന്നത്. തീർച്ചയായിട്ടും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് കളത്തിൽ മൂന്ന് മുന്നണികളും ഇറക്കിയിട്ടുള്ളത്. 2020 കൂട്ടായ്മയും മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണ്. മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ ചാലക്കുടി മണ്ഡലത്തിൽ കനത്ത മത്സരം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സീറ്റ് നിലനിർത്താൻ സിറ്റിംഗ് MP ഇന്നസെന്റിനെ തന്നെയാണ് ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ PC ചാക്കോയും KP ധനപാലനും തൃശൂർ ചാലക്കുടി മണ്ഡലങ്ങൾ വെച്ചുമാറിയതാണ് ഇരു മണ്ഡലങ്ങളിലെയും തോൽവിക്ക് കാരണമായതെന്നായിരുന്നു UDF വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇത്തവണ സീറ്റ് തിരിച്ചുപിടിക്കാൻ UDF കൺവീനറെ തന്നെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 13,884 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇടതുമുന്നണി ജയിച്ചു കയറിയത്. എന്നാൽ ഇത്തവണ ബെന്നി ബെഹന്നാനിലൂടെ ഈ ഭൂരിപക്ഷം മറികടക്കാനാവുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. NDA സഖ്യം AN രാധാകൃഷ്ണനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ 92,848 വോട്ടുകൾ നേടാൻ NDA സഖ്യത്തിന് സാധിച്ചിരുന്നു. BDJS പിന്തുണ കൂടി വന്നതോടെ വോട്ട് വർദ്ധിക്കുമെന്നാണ് NDA പ്രതീക്ഷിക്കുന്നത്. 2020 കൂട്ടായ്മ മത്സരത്തിനിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചത് മുന്നണികളുടെ ആദ്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുൻ വിജിലൻസ് മേധാവി ജേക്കബ് തോമസ് 2020 സ്ഥാനാർത്ഥിയാവുമെന്ന് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. ഇതോടെ കണക്കുകൾക്കപ്പുറം മണ്ഡലത്തിൽ മത്സരം കനക്കുമെന്നുറപ്പാണ്. മീഡിയ 1 കൊച്ചി.